സജോ, അങ്ങനെ ഓരോ മൃതദേഹ ഭാഗവും ഒരു മൃതദേഹം എന്നുള്ള രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണല്ലോ ഇന്നത്തെയും സംസ്കാര ചടങ്ങുകൾ. വിവരങ്ങൾ. സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നു. ആദ്യം ഇവിടെ എത്തിച്ച ശരീരഭാഗങ്ങൾ സർവ്വമത പ്രാർത്ഥന, അതിനുശേഷം പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ, തുടർന്ന് സർക്കാരിന്റെ പ്രതിനിധികൾ, അതായത് മന്ത്രിമാരുടെ സംഘം ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും ചേർന്ന് ആദരാഞ്ജലികൾ, ഔദ്യോഗിക ആദരവ് അർപ്പിച്ചു. അതിനുശേഷമാണ് ശരീരഭാഗങ്ങൾ എടുത്ത് ഈ പൊതു ശ്മശാനത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. 22 ശരീരഭാഗങ്ങളാണ് സംസ്കരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം കൂട്ടക്കുഴിമാടങ്ങൾ തീർത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിട നൽകുക എന്നത് അങ്ങേയറ്റം വേദന പകരുന്ന, അങ്ങേയറ്റം നമ്മുടെ ഹൃദയവേദയുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത്തരമൊരു ദൃശ്യങ്ങൾ, ഇത്തരമൊരു കാഴ്ച, ഇത്തരമൊരു അനുഭവം നമുക്ക് മുന്നിൽ ഇല്ല. നമ്മൾ അത്രയും വലിയ ഒരു ദുരന്തത്തെയാണ്, ഒരു ദുരിതത്തെയാണ് നേരിട്ടത്. അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിനേൽപ്പിച്ച ആഘാതം, അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന നീതി എന്നത് ഏറ്റവും ആദരപൂർവ്വം, ഏറ്റവും ബഹുമാനപൂർവ്വം, നീതിയുക്തമായി അവർക്ക് വിട നൽകുക എന്നത് മാത്രമാണ് അവശേഷിക്കുന്ന ചെയ്യാൻ കഴിയുന്ന ഒരു നീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർക്ക് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുന്ന ഒരു ആദരവ്, അതൊരു നീതി എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുക. അത്തരമൊരു പ്രവർത്തനം നടക്കുന്നു. അക്കാര്യത്തിൽ വീഴ്ചകളില്ലാതെ ഉറപ്പാക്കാനുള്ള കൂട്ടമായ പരിശ്രമം ഉണ്ടാകുന്നു. കാരണം എല്ലാവർക്കും ആർക്കും പ്രയാസമുണ്ടാകാതെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസമോ മാനസിക വ്യഥയോ ഉണ്ടാകാതിരിക്കുക എന്നതുകൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം വലിയൊരു ദുരന്തത്തിൽ ഒരുപാട് മനുഷ്യർ മണ്ണടരുകളിലായി പോയി, ഒരുപാട് മനുഷ്യർ എവിടെയുണ്ടെന്നറിയില്ല, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആ സംഖ്യ എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോഴും നമുക്ക് വലിയ വ്യക്തതയില്ല. അങ്ങനെയൊരു സാഹചര്യം പോലും നമ്മൾ നേരിടുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ ആളുകളെയും പോലും ഇതിനകം കൃത്യം തിരിച്ചറിഞ്ഞ് നമ്പർ ഉറപ്പാക്കാൻ പോലും കഴിയാതെ പോയിട്ടുണ്ട്. ഇപ്പോഴും അതിൽ വ്യക്തതയില്ല. പലപ്പോഴും ശരീരഭാഗങ്ങൾ തുടർന്നടക്കം കണ്ടെത്തുന്നതും നമ്മൾ കാണുന്നുണ്ട്. ഇത്രയധികം കുഴിമാടങ്ങൾ കൂട്ടമായി തീർത്തുകൊണ്ട് സഹോദരങ്ങൾക്ക് വിട നൽകുക എന്നത് ഒരേ നാടിൻ്റെ തണലിൽ ജീവിതം കരുപിടിപ്പിച്ച മനുഷ്യരാണ്. ഒരേ നാട്ടിൽ ഭേദങ്ങളൊന്നുമില്ലാതെ ഒരുമിച്ച് കഴിഞ്ഞവരാണ്, ജീവിത സ്വപ്നങ്ങൾ കണ്ടവരാണ്, അധ്വാനിച്ചവരാണ്, ഒരു നാടിൻ്റെ തണൽ ജീവിക്കാൻ ഊർജ്ജമായവരാണ്. ആ മനുഷ്യരെ എല്ലാവരെയുമാണ് ഒറ്റ രാത്രി കൊണ്ട് ഒരു നാടിനെ ഒന്നാകെ എടുത്തെറിഞ്ഞ, വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ, ഇല്ലാതാക്കി കളഞ്ഞ, ഒരു നാട് തന്നെ തകർന്നില്ലാതായി പോയ ദുരന്തം, അത്തരമൊരു വലിയ ദുരന്തത്തെ നേരിട്ടതിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ ഒന്നുമില്ല. അത് എത്രമാത്രം അതിൻ്റെ ആഴമുണ്ട്, എത്രമാത്രം അതിൻ്റെ ആഘാതമുണ്ട് എന്ന് നമ്മളെ ഓരോ നിമിഷത്തിലും തോന്നിപ്പിക്കുന്ന, ഓരോ സന്ദർഭത്തിലും നമ്മൾ ആ ദൃശ്യങ്ങൾ അങ്ങേയറ്റം നമ്മെ വ്യാകുലപ്പെടുത്തുന്നു, ആകുലപ്പെടുത്തുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ഓരോ സന്നദ്ധ പ്രവർത്തകരും, അതായത് പ്രത്യേകമായി കിറ്റ് ധരിച്ചിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ ഒന്നാകെ ഈ ശരീരഭാഗങ്ങൾ എടുത്ത് അവർ ആദരപൂർവ്വം തന്നെ കുഴികളിലേക്ക് പോകുന്നു. അതായത് ഈ ലഭ്യമായ ശരീരഭാഗങ്ങളെല്ലാം ഓരോ മൃതദേഹം എന്ന പരിഗണന നൽകിക്കൊണ്ടാണ് സംസ്കരിക്കുന്നത്. അങ്ങനെ ഒരു ആദരവ് നൽകണം എന്നത് ഒരു തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ മൃതദേഹങ്ങളും ഓരോ ശരീരഭാഗങ്ങളായി തന്നെ കണക്കാക്കിക്കൊണ്ടുള്ള സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് കാണാവിടെ സന്നദ്ധ പ്രവർത്തകർ, ധാരാളം സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുണ്ട്. അവരെല്ലാവരും ഒന്നു ചേർന്ന് അക്കാര്യത്തിൽ വ്യത്യസ്തമായ സംഘടനകളുടെ സന്നദ്ധ ഗ്രൂപ്പുകളാണ് ഇവിടെയുള്ളത്. അവരെല്ലാവരും ഒന്നു ചേർന്ന് ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. അതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു നീതി. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് കണ്ടിരുന്നു, അത് ഉറപ്പാക്കിയിരുന്നു. കൂടുതൽ സ്ഥലം പോലും ഏറ്റെടുക്കണം എന്നതുപോലും യഥാർത്ഥത്തിൽ നമ്മെ സങ്കടപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം ഈ സ്ഥലം പോലും ആദ്യഘട്ടത്തിൽ ഏറ്റെടുത്ത സ്ഥലം മതിയാകാതെ വരുന്നു എന്ന ചിന്ത പോലും, അല്ലെങ്കിൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വന്നതും യഥാർത്ഥത്തിൽ നമ്മെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. അതും ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. അതും നമ്മെ അങ്ങേയറ്റം വൈകാരികമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒന്നാണ്. കാരണം കൂടുതൽ പേരെ തിരിച്ചറിയാതെ പോകുന്നു, കൂടുതൽ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്, അവ കണ്ടെത്തേണ്ടി വരും. അങ്ങനെയുള്ളപ്പോൾ ആ ശരീരഭാഗങ്ങൾ കൂടി സംസ്കരിക്കണം എന്നുള്ളതാണ്. അത് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി, അത് നശിപ്പിച്ച് കളഞ്ഞ മനുഷ്യരുടെ ജീവിത പരിസരങ്ങൾ, അവരുടെ ജീവനുകൾ, അതെല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു സംഗ്രഹം യഥാർത്ഥത്തിൽ ഈ ശ്മശാന ഭൂമികയിൽ കാണാൻ കഴിയും. കാരണം അതിൻ്റെയൊക്കെ യഥാർത്ഥത്തിൽ അവയെല്ലാം ഇവിടം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഒരു സങ്കട ഓർമ്മയായി, അല്ലെങ്കിൽ പുത്തുമല എന്നത് ഒരു സങ്കട ഓർമ്മയാണ്. അതിന് മുകളിൽ മറ്റൊരു സങ്കടത്തെ കൂടി, അതിൻ്റെ അവശേഷിപ്പുകളെ കൂടി നമ്മൾ സ്ഥാപിക്കുകയാണ് എന്നതാണ് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന
ഒരു കാര്യമായി എടുത്തു പറയണം. നമുക്ക് കാണാം സന്നദ്ധ പ്രവർത്തകർ, അതായത് ആ ഭാഗങ്ങളിൽ കുഴിമാടങ്ങൾ ഒരുക്കി പൂർത്തിയാകാത്തവ മറ്റ് സ്ഥലങ്ങളിൽ തൊട്ട് മുകളിലായി, അതായത് ഇവിടെയുള്ള പ്രത്യേകമായി ഒരുക്കിയ സ്ഥലത്തിന് മുകളിലും താഴെയുമായും വശങ്ങളിലുമായാണ് കുഴിമാടങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ആ ഇടങ്ങളിൽ സംസ്കരിക്കണം എന്നതാണ് തീരുമാനം. ആ ഭാഗങ്ങളിൽ ആ സ്ഥലം തീർന്നിരിക്കുന്നു. അതും നമ്മൾ മനസ്സിലാക്കേണ്ട. സംസ്കരിച്ച് ചെന്ന് അവിടെ എത്തിയപ്പോൾ ആ ഭാഗങ്ങളിലെ ആ സ്ഥലം തീർന്നിരിക്കുന്നു. ഇനി മുകൾ ഭാഗത്തേക്കും വശങ്ങളിലേക്കുമൊക്കെ മാറ്റി സ്ഥലമെടുത്ത് അവിടെ സംസ്കരിക്കേണ്ടി വരുന്നു എന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ഇത്രയധികം കുഴിമാടങ്ങൾ. യഥാർത്ഥത്തിൽ ഈ നമ്പറിലും എത്രയോ ഉയരെയാണ് മൊത്തത്തിലുള്ള നഷ്ടം. അതിൽ മറ്റു പലയിടങ്ങളിലും തിരിച്ചറിയപ്പെട്ടവരാണ് ആ ഇടങ്ങളിൽ സംസ്കരിക്കപ്പെട്ടു. ഒപ്പം ഇനിയും കിട്ടാതെ പോകുന്ന ആളുകൾ, അവരും തിരിച്ചറിയപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് നമുക്കറിയാം. ആ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. ഈ ഭാഗത്തും മുകളിലുമായി ഒക്കെ സംസ്കാര ചടങ്ങുകൾ അങ്ങനെ സമാന്തരമായി പുരോഗമിക്കുന്നു. വലിയ തോതിൽ സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ അത് കണ്ടതാണ്. സന്നദ്ധ പ്രവർത്തകർ ഒന്നടങ്കം ഇവിടെ എത്തുകയും ഇതിനുവേണ്ടിയെല്ലാം സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം, ഇനി നമുക്ക് ജീവിച്ചിരിക്കുന്നവർ ഇവരെല്ലാവരും, ഈ കാണുന്ന മനുഷ്യരെ ഒന്നും ഇവർക്കറിയില്ല, ആരെന്നറിയില്ല. അവർക്ക് മേൽവിലാസം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്കറിയില്ല. ഇവർ തമ്മിൽ, ഈ സന്നദ്ധ പ്രവർത്തകരും ഈ അടക്കം ചെയ്യപ്പെടുന്ന അവർ ആരാണെന്ന് നമുക്കറിയില്ല. അവരും സന്നദ്ധ പ്രവർത്തകരും അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും തമ്മിൽ പ്രത്യേകിച്ച് പരിചയങ്ങളൊന്നുമില്ല. പക്ഷേ അങ്ങനെ പരിചയമില്ലെങ്കിലും അപരിചിതത്വം ഇപ്പോഴും ഉണ്ടെങ്കിലും ആ അപരിചിതത്വം ഈ ദുരന്തത്തിൻ്റെ ആഘാതത്തിൽ എല്ലാം ഇല്ലാതായി പോവുകയാണ്. കാരണം അങ്ങനെ ഒരു വാദത്തിന് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിന് ഇനി പ്രസക്തിയില്ല. വാക്കുകൾ ഇത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും അപ്രസക്തമായി പോകും എന്നതാണ് യാഥാർത്ഥ്യം. കാരണം എങ്ങനെ ഈ സാഹചര്യത്തെ, ഈ സന്ദർഭത്തെ യഥാർത്ഥത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ ആകും എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. ഈ മുകൾ ഭാഗത്തേക്കും യഥാർത്ഥത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അത് രണ്ട് ഭാഗങ്ങളിലായാണ്. പ്രത്യേക പ്രാർത്ഥനയ്ക്കായി ഒരുക്കിയിട്ടുള്ള ആ സ്ഥലം ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏറ്റെടുത്ത ആ സ്ഥലത്ത് പൂർണ്ണമായും ഈ മൃതദേഹങ്ങളും സംസ്കരിച്ചു കഴിഞ്ഞു എന്നതാണ് ഒരു യാഥാർത്ഥ്യം, എന്നതാണ് ഒരു സത്യം. അങ്ങനെ വരിക അതൊരു ദുര്യോഗമാണ്, അതൊരു വല്ലാത്ത ദുര്യോഗമാണ്. പ്രിയപ്പെട്ടവരെയെല്ലാം കൂട്ടമായി കുഴിമാടങ്ങളെടുത്ത് സംസ്കരിക്കേണ്ടി വരിക എന്നത് വല്ലാത്തൊരു ദുര്യോഗമാണ്. ആ ദുര്യോഗത്തിന് പക്ഷേ നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ സാക്ഷികളാകേണ്ടി വരുന്നു, സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു എന്നതാണ് ആ സാഹചര്യം. ഇവിടെ സംസ്കാര ചടങ്ങുകൾ ഓരോ സ്ഥലങ്ങളിലുമായി ചടങ്ങുകൾ അങ്ങനെ തന്നെ പുരോഗമിക്കുന്നു. സന്നദ്ധ പ്രവർത്തകർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നതാണ്. ഇത് ഇവിടം കൊണ്ടും, അതായത് ഈ ദിവസം കൊണ്ട് മൂന്നാമത്തെ ദിവസമാണ്. ഇവിടം കൊണ്ടും യഥാർത്ഥത്തിൽ ഇത് അവസാനിക്കുന്നില്ല ഒരു യാഥാർത്ഥ്യം. കാരണം ഇവിടം കൊണ്ടും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാം. അപ്പോഴും കിട്ടാതെ പോയ അനേകം മനുഷ്യരുണ്ട്, ഇനിയും കണ്ടെത്താൻ കഴിയാത്ത അനേകം മനുഷ്യരുണ്ട്, തിരിച്ചറിയപ്പെടാതെ പോയ മനുഷ്യരുണ്ട്. അങ്ങനെ അവർക്കെല്ലാം ഒരു മേൽവിലാസം ഉണ്ടായിരുന്നു. ആ മേൽവിലാസത്തിൻ്റെ ഉറപ്പാണ് അവരെ യഥാർത്ഥത്തിൽ ഇതുവരെ നിലനിർത്തിയത്. പക്ഷേ ആ സാഹചര്യങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. നമുക്കിനി അവരെ തിരിച്ചറിയാനുള്ളൊരു സാധ്യത എന്നത് DNA സാമ്പിൾ ബന്ധുക്കളുമായി ഒത്തുവന്നാൽ അവർക്ക് തിരിച്ചറിയപ്പെടാൻ കഴിയും. അങ്ങനെ നമ്മുടെ നാടിനെ ഒന്നാകെ ഈ ദുരന്തം എത്രത്തോളം തകർത്ത് കളഞ്ഞു. അത് മുണ്ടക്കയിലും അട്ടമലയിലും ചൂരൽമലയിലും അല്ലെങ്കിൽ പുഞ്ചിരിമട്ടത്തും ഉള്ള മനുഷ്യരെ മാത്രമല്ല, ഒരു നാടിനെ ഒന്നാകെ എത്രത്തോളം ആഴത്തിൽ തകർത്ത് കളഞ്ഞു. ആ ദുരന്തം എത്ര ആഘാതമുള്ളതായിരുന്നു എന്നത് ഇങ്ങനെ നീണ്ടുപോകുന്ന ഈ കുഴിമാടങ്ങൾ സാക്ഷ്യം പറയും എന്നതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പുത്തുമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴിമാടങ്ങൾ ഒരുക്കി ഒരു നാട്ടിലെ ഒരുപാട് പേരെ ഒരുമിച്ച് സംസ്കരിക്കുകയാണ്. അവിടെ അവർ ആരാണ്, അവർ എവിടെ നിന്നാണ്, എന്താണ് അവരുടെ പേര്, അവരുടെ മതമെന്ത്, ഇതൊന്നും അറിയാത്ത ഒരു സാഹചര്യം. ആ രീതിയിലുള്ളൊരു വേർപാട്, ആ രീതിയിലുള്ളൊരു യാത്രാമൊഴി, ഇത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്ന കാര്യമല്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പക്ഷേ കേരളം ഇതിന് സാക്ഷ്യം വഹിക്കുകയാണ്. അത്രയും വലിയ ആഘാതമുണ്ടാക്കിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത് എന്നത് പറയാതെ വയ്യ. അത് ഇങ്ങനെയൊരു ദുരന്തം കേരളത്തിൽ മുൻപുണ്ടായിട്ടുണ്ടോ എന്ന സംശയം അത് വീണ്ടും നമ്മൾ ഉയർത്തിക്കൊണ്ടേ വരികയാണ്. ഈ രീതിയിൽ അറിയപ്പെടാതെ, തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരുപാട് പേരുടെ സംസ്കാര ചടങ്ങ് അത് ഇങ്ങനെ ഈ രീതിയിൽ നടക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു. ഇങ്ങനെ ദിവസങ്ങളോളം സംസ്കാര ചടങ്ങുകൾ നടത്തേണ്ട അവസ്ഥ വരുന്നു. ഇതൊക്കെ
ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു മനുഷ്യായുസ്സിന്, ഒരു മനുഷ്യ ജീവിതത്തിന് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥ എന്ന് തന്നെ പറയാം. സജോ തുടർന്ന്, സജോ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ നേരത്തെ തയ്യാറാക്കി കൃത്യമായി നമ്പർ രേഖപ്പെടുത്തിയ ഈ കുഴിയിലേക്ക് ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും എത്തിക്കുകയാണ്. ഈ PPE കിറ്റ് ധരിച്ച പ്രത്യേക ജീവനക്കാർ അതിനായി ഉണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെയുണ്ട്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഏതൊക്കെ ഇടങ്ങളിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ എത്തിക്കാനുള്ളത്? അതിനെ കൃത്യമായി കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഈ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഒരു കുപ്പി നിങ്ങൾക്ക് കാണാം. ആ കുപ്പിയിൽ യഥാർത്ഥത്തിൽ ഈ നമ്പർ, അതായത് ഈ യുണീക്ക് ID നമ്പർ അടക്കം ചെയ്യും. എന്നിട്ട് അതുകൂടി ഈ കുഴിയിലേക്ക് വയ്ക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ആ നമ്പർ ഈ കുപ്പികളിൽ അടക്കം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക. അവ കൂടി ഈ കുഴിമാടത്തിന് ഒപ്പം വയ്ക്കും. അങ്ങനെ വരുമ്പോൾ പിന്നീട് തിരിച്ചറിയാനുള്ള സാധ്യത പ്രയോജനപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം. അവ ഇതോടൊപ്പം അടക്കം ചെയ്താൽ പിന്നീട് തിരിച്ചറിയാനുള്ള സാധ്യത അപ്പോഴും, അതായത് ഈ ശാസ്ത്രീയ സാധ്യത അവശേഷിക്കുന്നു എന്നതാണ്. അവ ഇങ്ങനെ നമ്പറുകൾ അവയിൽ രേഖപ്പെടുത്തി അത് കൃത്യമായി, അതായത് പുറമേ സ്ഥാപിക്കുന്ന കല്ലുകളിൽ എഴുതി ചേർക്കും. ഒപ്പം അവ ഈ കുഴിയിലേക്ക് വെക്കുകയും ചെയ്യും. അതായത് ഈ സാധ്യത പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ നമ്പറിൻ്റെ അതായത് തിരിച്ചറിയാനുള്ളൊരു സാധ്യത അവശേഷിപ്പിക്കുക എന്നതാണ് അത്തരമൊരു നമ്പർ കൂടി അതോടൊപ്പം അടക്കം ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം. അതൊരു കുപ്പിയിലാക്കി, അതായത് വളരെ പെട്ടെന്ന് അത് നശിച്ചു പോവുകയില്ല. അതുകൊണ്ടാണ് ആ ഒരു നമ്പർ കൂടി, അതായത് കല്ലിൽ ഇവിടെ അടക്കം ചെയ്യുമ്പോൾ കല്ലിൽ ആ നമ്പർ രേഖപ്പെടുത്തും. ഒപ്പം അവ ഒരു കടലാസിൽ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തി അവ ഈ കുപ്പിയിൽ മുറുക്കി അടച്ച് അതുകൂടി ഇതിനോടൊപ്പം വയ്ക്കും. പിന്നീട് വീണ്ടെടുക്കുകയോ മറ്റോ ചെയ്യേണ്ടി വരികയാണെങ്കിൽ, പുറത്തേക്ക് എടുക്കേണ്ടിയോ മറ്റോ വരികയാണെങ്കിൽ അത് വെച്ച് തിരിച്ചറിയാൻ കഴിയും എന്നതാണ് അതിൻ്റെ ഒരു സാധ്യത. അങ്ങനെ 2 തരത്തിൽ ഈ നമ്പറുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നതാണ് കാണേണ്ടത്. അവ ഇത്തരത്തിൽ ഈ ആളുകളെ തിരിച്ചറിയാൻ, അതായത് തിരിച്ചറിയപ്പെടുക എന്നത് യഥാർത്ഥത്തിൽ ഒരു നീതിയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ജീവിതത്തിലാണെങ്കിലും മരണത്തിലാണെങ്കിലും ഒരു മേൽവിലാസം ഉണ്ടാവുക, തിരിച്ചറിയപ്പെടുക എന്നതൊക്കെ ഒരു നീതിയാണ്. ആ നീതി പക്ഷേ ദുരന്തമാണ് ഈ മനുഷ്യർക്ക് നിഷേധിച്ചത്. ഇനിയിപ്പോൾ ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. അങ്ങേയറ്റം നമ്മുടെ നാടിനെ തകർത്ത, ഒരു നാടിനെ ഒന്നാകെ ഒലിച്ച്, ഒരു നാടിനെ ഒന്നാകെ തകർത്തെറിഞ്ഞു കളഞ്ഞ ദുരന്തം, ആർത്തലച്ച് അവരുടെ തലയ്ക്ക് മുകളിലേക്ക് എത്തിയ ആ ദുരന്തമാണ്. അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ഇത്തരം സന്ദർഭങ്ങൾ വീണ്ടും വീണ്ടും നമ്മളോട് പറയും. ഹൃദയം തകർക്കുന്ന കാഴ്ചയാണ്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ആ ദുരന്തത്തിന് എത്രത്തോളം വ്യാപ്തിയും ആഴവും ഉണ്ട് എന്ന് നമുക്ക് ഇതിനകം ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതിനിപ്പോൾ തിരിച്ചറിയാനുള്ള എന്തെങ്കിലും സാധ്യത ബന്ധുക്കൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കുക. ഒപ്പം ഏറ്റവും ആദരപൂർവ്വം ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുക എന്നത് മാത്രമാണ് ഒരു സാധ്യതയായി അവശേഷിക്കുന്നത്, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു നീതി. അത് ഏറ്റവും ആദരവോടുകൂടി തന്നെ നിർവഹിക്കുന്നു. അക്കാര്യത്തിൽ സന്നദ്ധ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെ വീഴ്ചകളില്ലാതെ പ്രവർത്തിക്കുന്നു എന്നത് മാത്രമാണ്. അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുക. ഇത്തരം കാഴ്ചകൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുക മാത്രമേ സാധ്യമുള്ളൂ. കാരണം ഇതിനു മുൻപ് ഇങ്ങനെയൊരു ദുര്യോഗം ഈ നാടിന് യഥാർത്ഥത്തിൽ വന്നു ചേർന്നിട്ടില്ല. ഇങ്ങനെയൊരു ദുസ്ഥിതി, ഇങ്ങനെയൊരു ദുര്യോഗം, ഇങ്ങനെയൊരു ഹൃദയവ്യത നമ്മുടെ നാടിന് ഇതിനു മുൻപ് വന്നു ചേർന്നിട്ടില്ല. പല മഹാമാരികളെയും പ്രളയത്തെയും കണ്ടു. ഒരുപാട് മനുഷ്യർ നമ്മളിൽ നിന്ന് ആ ദുരന്തത്തിന് ഇരകളായി വേർപിരിഞ്ഞു പോയി. പക്ഷേ അപ്പോഴൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു ദുര്യോഗത്തിന്, ഒരു ദുസ്ഥിതിക്ക്, ഒരു ദുരന്തത്തിന് ഈ നാട് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു എന്നതാണ് നമ്മെ അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം, അതായത് ഈ കുഴിമാടങ്ങളുടെ ദൃശ്യങ്ങൾ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഴവും എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമ്മളോട് വീണ്ടും വീണ്ടും പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ ദുരന്ത ഭൂമിയിൽ നമ്മൾ കണ്ട കാഴ്ചകളുണ്ട്. അതങ്ങേയറ്റം വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ അത് വീണ്ടും യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ ഒരു സംഗ്രഹം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആ ദുരന്തം എന്തായിരുന്നു എന്ന് ഈ കാഴ്ചകൾ, ഈ ദുര്യോഗമാണെങ്കിൽ കൂടിയും ഈ സാഹചര്യം, ആ ദുരന്തം എന്തായിരുന്നു എന്ന് പറഞ്ഞു തരും. തിരിച്ചറിയപ്പെടുന്നില്ല. അവരെല്ലാം മേൽവിലാസത്തോടു കൂടി അടച്ചുറപ്പുള്ള വീടുകളിൽ മിക്കവാറും ആളുകൾ അവരുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും സന്തോഷത്തിലുമൊക്കെ അവരുടെ വീടുകളിൽ കഴിഞ്ഞവരാണ്. ആ നാടിൻ്റെ തണൽ അവിടെ അവർക്കുണ്ടായിരുന്നു. സർവ്വമത യഥാർത്ഥത്തിൽ അതിരുകളൊക്കെ ഭേദിക്കുന്ന നിലയ്ക്ക് തന്നെയാണ് അവർ താമസിച്ചിരുന്നത്. ആ മടക്കത്തിലും അവർ അതുപോലെ തന്നെയാണ്. അവിടെ ആളുകളൊക്കെ പറയുമ്പോൾ എല്ലാവരും ഐക്യത്തോടു കൂടി ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ അങ്ങനെ വലിയ തർക്കങ്ങൾക്കും ബഹളങ്ങൾക്കും ഒന്നും വേദി ഉണ്ടായിരുന്നില്ല, ഒരു ഗ്രാമമായിരുന്നില്ല. അങ്ങനെ ഒരു ഗ്രാമത്തെയാണ് ഈ ദുരന്തം എടുത്തെറിഞ്ഞു കളഞ്ഞത്, ഈ ദുരന്തം തകർത്ത് കളഞ്ഞത് എന്ന് നമ്മൾ കാണണം. അങ്ങനെ അവരെല്ലാവരും, അങ്ങനെ ഒരു നാടിൻ്റെ തണലിൽ ജീവിതം കരുപ്പിടിപ്പിച്ചിരുന്നവർ, അങ്ങനെ ജീവിതം പങ്കിട്ടിരുന്നവർ, അതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടവർ, അധ്വാനിച്ച് ജീവിച്ചവർ, അങ്ങനെ ആ ആശ്രയത്തിൽ, നാടിൻ്റെ ആശ്രയത്തിൽ, തണലിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർക്ക് അവരുടെ
അവരെല്ലാം ഒന്നിച്ച് മടങ്ങുകയാണ്. ഒരേപോലെ പല സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഭിന്നഭേദങ്ങളൊന്നുമില്ലാതെ അതിരുകളൊക്കെ മായ്ച്ചു കളഞ്ഞ് അവർ മടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ പോലും ഇത്തരം കാഴ്ചകൾ ഒരിക്കലും ഉണ്ടാകരുത്, ഇനി അതിനുള്ള അവസരം നമുക്ക് കിട്ടരുത് എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള പോംവഴി. ഇത് പക്ഷേ ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ഈ ഒരു നീതി ഉറപ്പാക്കുക എന്നത് മാത്രമാണ്. അത് ഇപ്പോൾ നിർവഹിക്കുന്നു എല്ലാവരും ചേർന്ന്. കാരണം ഈ മനുഷ്യർക്ക് അവർ തിരിച്ചറിയുന്നില്ല എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു പ്രബുദ്ധ സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്നത് ഇനിയിപ്പോൾ അവർക്ക് അർഹമായ നീതി ഉറപ്പാക്കുക എന്നതാണ്. ആ നീതിയാണ് എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നത്. അതിലെ അയുക്തികത അല്ലെങ്കിൽ യുക്തി എന്ന കാര്യത്തിനൊന്നും യഥാർത്ഥത്തിൽ പ്രസക്തിയില്ല. സാധാരണഗതിയിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏത് നിലയ്ക്ക് അടക്കം ചെയ്യണമെന്നൊക്കെ ആളുകൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ പൊതുവെ ചെയ്യാറുണ്ട്. ആ ആഗ്രഹത്തിനനുസൃതമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. ഓരോ സ്ഥലത്തും നമുക്ക് കാണാം, ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായി തന്നെ ഇവിടെ ഈ നമ്പറുകളൊക്കെ വെക്കുന്നത് കാണാം. അതും യഥാർത്ഥത്തിൽ ഒരു നീതിയാണ്. ആ നമ്പറുകളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തും. അതായത് നമ്മൾ ഈ നമ്പർ കൂടി അടക്കം ചെയ്യുന്നത് അതിൻ്റെ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കും. ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത ബോഡികളോ അല്ലെങ്കിൽ ബോഡി പാർട്സാണ് ഇപ്പോൾ നമ്മൾ അടക്കം ചെയ്തിട്ടുള്ളത്. അത് ഏതെങ്കിലും കാലത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉള്ള എന്തെങ്കിലും